നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. വാർത്താസന്ധ്യയിലേക്ക് വിശദമായി. തിരുവനന്തപുരത്ത് അങ്കണവാടിയിൽ പിഞ്ചു കുഞ്ഞിനോട് അധ്യാപികയുടെ ക്രൂരത. മൊട്ടമൂട് പറമ്പുകോണത്തെ അങ്കണവാടിയിലാണ് 2.25 വയസ്സുള്ള കുഞ്ഞിന്റെ മുഖത്ത് പുഷ്പകല എന്ന ടീച്ചർ കൈവീശിയടിച്ചത്. കർശന നടപടിയെന്ന് ബാലാവകാശ കമ്മീഷൻ പ്രതികരിച്ചു. നിയമ നടപടിയുമായി മുന്നോട്ടെന്ന് കുട്ടിയുടെ പിതാവ്. ഇന്നലെ അങ്കണവാടിയിൽ നിന്നും തിരിച്ചെത്തി കുട്ടിയെ കുളിപ്പിക്കുന്നതിനിടെയാണ് രക്ഷിതാക്കൾ കുട്ടിയുടെ മുഖത്ത് പാടുകൾ ശ്രദ്ധിക്കുന്നത്. പിന്നാലെ രക്ഷിതാക്കൾ അങ്കണവാടി ടീച്ചറെ ബന്ധപ്പെട്ടെങ്കിലും ഫോൺ എടുത്തില്ല. തുടർന്ന് ആശാവർക്കറെ കൊണ്ട് ടീച്ചറെ വിളിപ്പിച്ചപ്പോഴാണ് ഫോൺ എടുത്തത്. ഇതോടെ രക്ഷിതാക്കൾക്ക് സംശയം ബലപ്പെട്ടു. ടീച്ചറിനെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല. ആയ വിളിച്ചപ്പോൾ ആയ ലീവാണെന്ന് പറഞ്ഞ്. പിന്നെ ആശാവർക്കറിൻ്റെ വീട്ടിൽ പോയി വിളിച്ചപ്പം ടീച്ചർ ഫോൺ എടുത്ത്. ടീച്ചർ പറഞ്ഞ് അവരവിടെ ഉണ്ടായിരുന്നു രാവിലെ തൊട്ട് വൈകിട്ട് വരെ. ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. ഇന്നലെ ടീച്ചറായ പുഷ്പകലയും ആശാവർക്കറും മാത്രമാണ് അങ്കണവാടിയിൽ ഉണ്ടായിരുന്നത്. ആയ അവധിയായിരുന്നു. നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് കുഞ്ഞിന്റെ രക്ഷിതാക്കളുടെ തീരുമാനം. അവർ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് മുന്നോട്ട് പോകണം. കാരണം ഇന്ന് എൻ്റെ ക്വസ്റ്റിനെങ്കിൽ നാളെ വേറൊരു ക്വസ്റ്റിനാവല്ല. സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്നും തുടർ നടപടി സ്വീകരിക്കുമെന്നും ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ പ്രതികരിച്ചു. ഇത്തരമൊരു പ്രവൃത്തി ഒരു അംഗൻവാടി വർക്കറിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശക്തമായ നടപടികൾ ഉണ്ടാവണം. അതിനാവശ്യമായ ഇടപെടൽ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഇന്നലെ രാത്രി തന്നെ കുട്ടിയെ തൈക്കാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. വിദഗ്ധ പരിശോധനയ്ക്കായി തിരുവനന്തപുരം SAT ആശുപത്രിയിലേക്ക് മാറ്റി. കുഞ്ഞിന്റെ കർണപുടത്തിൽ തകരാറുണ്ടോ എന്നാണ് പരിശോധിച്ചു വരുന്നത്. തൈക്കാട് ആശുപത്രി അധികൃതർ വിവരം തമ്പാനൂർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. 3 വയസ്സുള്ള കുട്ടിക്ക് നേരെ മഹാരാഷ്ട്രയിലും അധ്യാപികയുടെ ക്രൂരത. കൈകുട്ടി പദ്യം ചൊല്ലാത്തതിന് മുഖത്തടിച്ച അധ്യാപികയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. ഓഗസ്റ്റ് 7 നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചതോടെയാണ് പോലീസിന്റെ നടപടി. പദ്യം ചൊല്ലാൻ ആവശ്യപ്പെട്ട് തയ്യാറാകാത്തതിന് കുട്ടിയുടെ മുഖത്ത് തുടർച്ചയായി അടിക്കുകയായിരുന്നു. ഉല്ലാസ് നഗറിലെ എക്സലന്റ് കിഡ്സ് വേൾഡ് സ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായത്. കുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിലാണ് പോലീസിന്റെ ഇടപെടൽ. വയനാട് DCC അധ്യക്ഷൻ ND അപ്പച്ചൻ രാജിവെച്ചു. ആത്മഹത്യകളും വിഭാഗീയതയും നേതൃത്വത്തെ പിടിച്ചുലച്ചതിന് പിന്നാലെയാണ് രാജി സ്വീകരിച്ചെന്ന് KPCC നേതൃത്വം വ്യക്തമാക്കി. ഹൈക്കമാൻഡിന്റെ അതൃപ്തിയും DCC പ്രസിഡന്റിന്റെ രാജിക്ക് കാരണമായി. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ വയനാട്ടിൽ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ ദേശീയ നേതൃത്വത്തെ അസ്വസ്ഥമാക്കിയിരുന്നു. DCC ട്രഷററായിരുന്ന NM വിജയന്റെയും മുള്ളൻകൊല്ലിയിലെ പഞ്ചായത്ത് അംഗം ജോസ് നെല്ലേടത്തിന്റെയും ആത്മഹത്യ, പാർട്ടിയിലെ വിഭാഗീയത, ഇതിലെല്ലാം വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം പ്രതിരോധത്തിലായി. ഇക്കഴിഞ്ഞയാഴ്ച AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നേരിട്ടെത്തി നേതാക്കൾക്ക് താക്കീത് നൽകി. ഇതിന് പിന്നാലെയാണ് ND അപ്പച്ചന് DCC അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. മാനസികമായിട്ട് എനിക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ പാർട്ടിക്കകത്ത് അങ്ങനെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. നാളെയും സ്ഥാനമല്ല എനിക്ക് പ്രശ്നം. ഈ പാർട്ടി എന്നെ പരിഗണിച്ചോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. ഞാൻ പറഞ്ഞില്ല, 5 രൂപ മെമ്പർഷിപ്പ് എനിക്കുണ്ട്. എനിക്ക് അതനുസരിച്ച് പ്രവർത്തിക്കാം, എൻ്റെ ബൂത്തിൽ പ്രവർത്തിക്കാം. ഒരു കുഴപ്പമില്ല കാര്യത്തിൽ. രാജിക്കാര്യം നേതൃത്വം സ്ഥിരീകരിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് KC വേണുഗോപാൽ. പ്രിയങ്ക ഗാന്ധി ഒന്നും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആരെ ആക്കണമെന്നൊന്നും പാർട്ടിയോട് പറയാറില്ല, ഇടപെടാറില്ല. ഇത് അപ്പച്ചൻ രാജിവെച്ചു. രാജി KPC പ്രസിഡന്റ് സ്വീകരിച്ചു. മറ്റു നടപടികൾക്ക് KPC പ്രസിഡന്റ് റെക്കമെൻഡ് ചെയ്യുന്നതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകും. ജില്ലയിലെ സംഘടനാ പ്രശ്നങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പരിഹാരം ഉണ്ടാക്കണമെന്ന് നേതൃത്വം നിർദ്ദേശിച്ചിരുന്നു. കൽപ്പറ്റ നഗരസഭാധ്യക്ഷൻ TJ ഐസക്കിനാണ് DCC പ്രസിഡന്റിന്റെ ചുമതല. 24 വയനാട്. വയനാട് DCC ട്രഷററായിരിക്കെ ആത്മഹത്യ ചെയ്ത NM വിജയന്റെ പുരയിടവുമായി ബന്ധപ്പെട്ട ആധാരം കുടുംബത്തിന് തിരികെ ലഭിച്ചു. സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിൽ നിന്നുള്ള വായ്പാ തുക KPCC തിരിച്ചടച്ചതോടെയാണ് രേഖകൾ മടക്കി നൽകിയത്. രേഖകൾക്ക് 2 ജീവന്റെ വിലയെന്ന് NM വിജയന്റെ കുടുംബത്തിന്റെ പ്രതികരണം. NM വിജയന്റെ മകൻ വിജേഷും മരുമകൾ പത്മജയും നേരിട്ടെത്തിയാണ് ബാങ്കിൽ നിന്ന് രേഖകൾ തിരികെ വാങ്ങിയത്. പാർട്ടി വരുത്തിവെച്ച ബാധ്യത കോൺഗ്രസ് വീട്ടിയെന്നും നേരത്തെ ഇത് ചെയ്തിരുന്നെങ്കിൽ 2 ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നുവെന്നും പത്മജ. ഈ പട്ടയത്തിന് ഞങ്ങളുടെ വീട്ടിലെ 2 ജീവന്റെ വിലയുണ്ട്. ഇത് കൊടുക്കേണ്ട സമയത്ത് അച്ഛൻ അപേക്ഷിച്ച് പറഞ്ഞപ്പോഴും യാചിച്ച് പറഞ്ഞപ്പോഴും ഇവരിത് എടുത്തു കൊടുത്തിരുന്നുവെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 2 ജീവൻ ഉണ്ടായേനെ. DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ND അപ്പച്ചൻ രാജിവെച്ചതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: അദ്ദേഹം എന്തിനാണ് രാജിവെച്ചതെന്ന് KPCCയിലുള്ളവർ ഇതാക്കാം. പക്ഷെ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്ന് വെച്ചാൽ കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. വായ്പാ തുകയായ 58,23,000 രൂപയാണ് KPCC ഇന്നലെ ബാങ്കിൽ അടച്ചത്. ആകെ 87 ലക്ഷത്തോളം രൂപയുടെ ബാധ്യതയാണ് കോൺഗ്രസ് വീട്ടിയത്. കോൺഗ്രസ് വാക്കുപാലിച്ച സാഹചര്യത്തിൽ MV ഗോവിന്ദൻ മാസ്റ്റർ വാക്കുപാലിക്കണമെന്ന് T സിദ്ദിഖ് MLA ആവശ്യപ്പെട്ടു. ബ്രഹ്മഗിരി സൊസൈറ്റിയിലെ ബാധ്യതകൾ തീർക്കാൻ തയ്യാറാകണം. NM വിജയേട്ടന്റെ മരണത്തിന് ശേഷം പാർട്ടി ഏറ്റെടുത്ത എല്ലാ ദൗത്യവും നിർവഹിച്ചു. തിരിച്ച്
ഗോവിന്ദൻ മാഷും ശ്രീ ജയരാജനും അവിടെ വന്ന് പറഞ്ഞത് ഞങ്ങളത് ഏറ്റെടുക്കാം എന്നുള്ളതാണ്. ആ പണമൊക്കെ ഒന്ന് കൊടുത്താൽ മതി. 24 വയനാട്. ഇടതോരം ചാഞ്ഞ NSSന്റെ അപ്രതീക്ഷിത നീക്കത്തിൽ അമ്പരന്ന കോൺഗ്രസ് നേതൃത്വം അനുനയ നീക്കത്തിന് NSSനെ തലോടിയും സർക്കാരിനെ വിമർശിച്ചും കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. സമവായ ശ്രമങ്ങൾ കോൺഗ്രസ് അനൌദ്യോഗികമായി തുടങ്ങിയിട്ടുണ്ട്. ശനിയാഴ്ച പ്രതിനിധി സഭയിൽ NSSന്റെ രാഷ്ട്രീയ നിലപാട് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ വിശദീകരിക്കും. സമദൂരം തുടരുമെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ വിശദീകരിക്കുമ്പോഴും LDFിനോട് ശരിദൂരമോ എന്ന അങ്കലാപ്പിലാണ് UDF നേതൃത്വം. ശബരിമല യുവതീ പ്രവേശനത്തിനെതിരായ പ്രക്ഷോഭം ഓർമ്മിപ്പിച്ചും സർക്കാരിന്റെ അന്നത്തെ നിലപാട് പറഞ്ഞും NSSനെ അനുനയിപ്പിക്കുകയാണ് കോൺഗ്രസ് ലക്ഷ്യം. നേതാക്കളാകട്ടെ കരുതലോടെയാണ് പ്രതികരിക്കുന്നത്. എല്ലാ സമുദായ സംഘടനകളോടും നല്ല ബന്ധത്തിൽ പോകണമെന്നുള്ള ആഗ്രഹമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഞങ്ങൾ അവരൊക്കെ ആരുമായിട്ടൊരു വിരോധത്തിലോ ശത്രുതയിലുള്ള ഞങ്ങൾ NSSുമായിട്ടോ SNDP ആയിട്ടോ ഏതെങ്കിലും സമുദായ സംഘടനകളായിട്ടോ കേരളത്തിലെ കോൺഗ്രസിനോ കേരളത്തിലെ UDF നേതൃത്വത്തിനോ ഒരു തർക്കമില്ല. NSS നിലപാട് BJPക്കും തിരിച്ചടിയായി. BJPയുടെ പ്രതികരണവും കരുതലോടെയാണ്. അല്ല, ഞങ്ങൾ NSSനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. NSSന് കൃത്യമായിട്ട് ബോധ്യം ഉണ്ടാവുമല്ലോ. കാരണം നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത NSS നേതാക്കന്മാർക്കെതിരായിട്ട് കേസുണ്ട്. ആ കേസ് പിൻവലിച്ചിട്ടില്ല. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ NSS നിലപാട് UDFനും BJPക്കും തലവേദനയാവുകയാണ്. ശനിയാഴ്ച ചേരുന്ന NSS പ്രതിനിധി സഭയിൽ G. സുകുമാരൻ നായർ രാഷ്ട്രീയ നിലപാടിൽ കൂടുതൽ വ്യക്തത വരുത്തിയേക്കും. ചികിത്സയിൽ കഴിഞ്ഞ G. സുകുമാരൻ നായരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ചങ്ങനാശ്ശേരിയിലെത്തിക്കണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് NSS അനുനയ നീക്കത്തിന് തുടക്കമിട്ടത്. പിന്നീട് മന്ത്രി VN വാസവൻ ചർച്ചകൾ നടത്തിയെന്നാണ് സൂചന. NSSും SNDP യോഗവുമായുള്ള ഭിന്നതയുടെ മഞ്ഞുരുകിയെന്നും അറിയുന്നു. ന്യൂസ് ഡെസ്ക് 24. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ സർക്കാർ അനുകൂല നിലപാടിന് പിന്നാലെ പത്തനംതിട്ട വെട്ടിപ്പുറം കരയോഗ കെട്ടിടത്തിന് മുന്നിൽ ബാനർ. സുകുമാരൻ നായർ കട്ടപ്പയായി മാറിയെന്നാണ് ബാനറിലെ പരാമർശം. പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പയുടെയും ബാഹുബലിയുടെയും ചിത്രം ഉൾപ്പെടെയുള്ള ബാനറാണ് വെട്ടിപ്പുറം ശ്രീകൃഷ്ണവിലാസം 115 നമ്പർ NSS കരയോഗം ഓഫീസിന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത്. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ LDF സർക്കാരിന് NSS പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പ്രശംസിച്ചുള്ള G. സുകുമാരൻ നായരുടെ പരാമർശത്തിന് പിന്നാലെയാണ് ബാനർ പ്രത്യക്ഷപ്പെട്ടത്. G. സുകുമാരൻ നായരുടെ നിലപാടിനോട് അഭിപ്രായ വ്യത്യാസമുള്ളവർ സമുദായത്തിൽ ഉണ്ടാകുമെന്നും എന്നാൽ ബാനർ പ്രത്യക്ഷപ്പെട്ടതിൽ കരയോഗത്തിനോ ഭാരവാഹികൾക്കോ പങ്കില്ല എന്നും കരയോഗം പ്രസിഡന്റ് ദിനേശ് നായർ 24നോട്. കരയോഗത്തിനോ ഭരണസമിതിക്കോ ഒന്നും അതിന് യാതൊരു പങ്കുമില്ല. വ്യക്തിപരമായി ആരെങ്കിലും ചെയ്തതായിരിക്കണം. ആരാന്നതിൻ്റെ പേരുമൊന്നുമില്ല. ആര് ചെയ്തു എന്നുള്ള പേരുമൊന്നും വന്നിട്ടില്ല. ഇങ്ങനൊരു ഫ്ലക്സ് ഉള്ളതായിട്ട് കണ്ടു. അപ്പോൾ അത് നീക്കാനുള്ള നടപടി ചെയ്യുന്നുണ്ട്. അഭിപ്രായങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. പഴയ പോലല്ല. പണ്ട് അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് പുറത്തേക്ക് വരും. അപ്പോൾ അഭിപ്രായ വ്യത്യാസമുള്ളവരോ കാണും. അത് നമുക്കറിയത്തില്ല. അടുത്ത പൊതുയോഗത്തിൽ ജനറൽ സെക്രട്ടറിയുടെ സർക്കാർ അനുകൂല നിലപാട് ചർച്ചയാകുമെന്നും കരയോഗം ഭാരവാഹികൾ വ്യക്തമാക്കി. 24 പത്തനംതിട്ട. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ ഷാഫി പറമ്പിൽ MPക്കെതിരെ ഗുരുതര ആരോപണവുമായി CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി. രാഹുലും ഷാഫിയും കൂട്ടുകച്ചവടമാണെന്നും ചില കാര്യങ്ങളിൽ രാഹുലിന്റെ ഹെഡ്മാഷാണ് ഷാഫി എന്നുമാണ് EN സുരേഷ് ബാബുവിന്റെ ആരോപണം. വിവാദമായതോടെ ഷാഫി എന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നാണ് EN സുരേഷ് ബാബു പ്രതികരിച്ചത്. ജില്ലാ സെക്രട്ടറിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഷാഫി പറമ്പിൽ അറിയിച്ചു. പരസ്യമായി ഇവരെക്കാളും കൂടുതൽ നേരിട്ട് ചോദിക്കണമെന്നാണ് പറയുന്നത് ചില ആളുകളെ കാണുന്നു. എന്നാ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത്. ആര്? ഹെഡ്മാസ്റ്റർ തന്നെ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇന്ന് രാവിലെ CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ ആരോപണം ഷാഫി പറമ്പിലിനെതിരെ. പിന്നാലെ EN സുരേഷ് ബാബുവിന് മറുപടിയുമായി ഷാഫി പറമ്പിലെത്തി. ഇതാണോ CPMന്റെ 2026 തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നുള്ളത് അവരുടെ നേതാക്കന്മാർ വ്യക്തമാക്കണം. ഇതാണോ CPMന്റെ രാഷ്ട്രീയം? ഷാഫിക്കെതിരെയുള്ള പരാമർശങ്ങൾ വിവാദമായതോടെ EN സുരേഷ് ബാബുവിന്റെ വിശദീകരണം. താൻ ഷാഫിയുടെ പേര് പറഞ്ഞിട്ടില്ല. ഷാഫി പറമ്പിൽ എന്ന പേര് ഞാൻ പരാമർശിച്ചില്ല. ഹെഡ്മാഷ് ഷാഫി പറമ്പിലിനെ അധിക്ഷേപിച്ച CPIM ജില്ലാ സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. CPM നേതൃത്വം ചെയ്യേണ്ടത് അയാളെ ഉടൻ തന്നെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും ഷാഫി പറമ്പിൽ പരാതി കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ആ പരാതിയുടെ പുറത്ത് അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അതേസമയം പാലക്കാടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ പൊതുപരിപാടികളിൽ പങ്കെടുത്തിട്ടില്ല. രാഹുലിനെ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കില്ലെന്നും അഗ്നിശുദ്ധി വരുത്തേണ്ടത് രാഹുൽ തന്നെയാണെന്നും
മുസ്ലിം ലീഗ് ജില്ലാ അധ്യക്ഷൻ മരക്കാർ മാരായമംഗലം പ്രതികരിച്ചു. 24 പാലക്കാട്. ലൈംഗിക ആരോപണ വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട്ടെത്തിയത് കോൺഗ്രസ് നേതാക്കളുടെ മൗനാനുവാദത്തോടെ. മുതിർന്ന നേതാക്കളുമായി രാഹുൽ ആശയവിനിമയം നടത്തി. രാഹുലിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് CPIM-ഉം BJP-യും. മണ്ഡലത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയില്ലെങ്കിൽ തിരിച്ചടിയുണ്ടായേക്കുമെന്ന ആശങ്ക സംസ്ഥാന ജില്ലാ നേതാക്കൾക്കുണ്ടായിരുന്നു. എന്നാൽ പാർട്ടി എന്ന നിലയിൽ വലിയ പ്രതിരോധമൊരുക്കാൻ കഴിയില്ലെന്ന് രാഹുലിന്റെ നേതാക്കൾ അറിയിച്ചു. പ്രധാനപ്പെട്ട നേതാക്കൾ രാഹുലുമായി ആശയവിനിമയം നടത്തി. ഇതിനു പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടെത്തിയത്. രാഹുലിനെ പരസ്യമായി പിന്തുണയ്ക്കേണ്ടെന്നാണ് ധാരണ. പാർട്ടി അദ്ദേഹത്തിനെ വെളിയിലാക്കിയിട്ടുണ്ട്, അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് കണക്കാക്കി അത് ആ നയം KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുണ്ട്. അതാണ് പാർട്ടിയുടെ നയം, അല്ലാണ്ട് അപ്പുറമൊന്നുമില്ല. രാഹുലിനെതിരെ BJP-യും നിലപാട് കടുപ്പിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നതുവരെ BJP-യുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധം ഉണ്ടാവും, പ്രക്ഷോഭ പരിപാടികൾ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് BJP-യുടെ സ്റ്റാൻഡ്. 24 പാലക്കാട്. ഓപ്പറേഷൻ നങ്കൂറിൽ നിർണായക കണ്ടെത്തലുമായി കസ്റ്റംസ്. എറണാകുളം കുണ്ടന്നൂരിൽ നിന്ന് പിടികൂടിയ വാഹനത്തെ ചുറ്റിപ്പറ്റി അടിമുടി ദുരൂഹത. അരുണാചൽ പ്രദേശിൽ വ്യാജവിലാസത്തിൽ വാഹനം രജിസ്റ്റർ ചെയ്തത് മലയാളി എന്നാണ് കണ്ടെത്തൽ. വ്യാജ മേൽവിലാസത്തിൽ വാഹനം കേരളത്തിലെത്തിച്ച മൂവാറ്റുപുഴ സ്വദേശി മാഹിൻ അൻസാരിക്കായി അന്വേഷണം ഊർജിതമാക്കി. കഴിഞ്ഞ ദിവസം കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ വെച്ച് കസ്റ്റംസ് പിടികൂടിയ അസം സ്വദേശിയുടെ പേരിൽ അരുണാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത ലാൻഡ് ക്രൂസർ ഫസ്റ്റ് ഓണർ വാഹനം അടിമുടി ദുരൂഹതയെന്ന് വ്യക്തമാക്കുകയാണ് കസ്റ്റംസ്. മൂവാറ്റുപുഴ സ്വദേശി മാഹിൻ അൻസാരിയാണ് വ്യാജ മേൽവിലാസത്തിൽ വാഹനം കേരളത്തിലെത്തിച്ചതെന്ന് കസ്റ്റംസ് വ്യക്തമാക്കി. കസ്റ്റംസ് പരിശോധന നടത്തുന്നുവെന്ന് സൂചന ലഭിച്ചതിനു പിന്നാലെ നിറം മാറ്റാനായി 2 ആഴ്ച മുൻപാണ് വാഹനം വർക്ക്ഷോപ്പിലെത്തിച്ചത്. കുണ്ടന്നൂരിലെ ഓട്ടോ ഷോപ്പ് ഉടമ 24നോട് ഇക്കാര്യം സ്ഥിരീകരിച്ചു. 2 ആഴ്ചക്ക് മുമ്പ് വന്ന വണ്ടിയാണ്. നമ്മൾ ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത്. വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഇന്നലെയായിരുന്നു. ഫുൾ ബോഡി കളർ ചേഞ്ച് ചെയ്യാനായിട്ടാണ് പറഞ്ഞത്. വണ്ടി കളർ വൈറ്റ് ആയിരുന്നു, അത് ബ്ലാക്കിലേക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞത്. കോയമ്പത്തൂർ സംഘവുമായുള്ള മാഹിൻ അൻസാരിയുടെ ബന്ധം അന്വേഷിക്കുകയാണ് കസ്റ്റംസ്. നടൻ അമിത് ചക്കാലക്കലിനും ഇടനിലക്കാരായി ബന്ധമുണ്ടെന്ന നിഗമനത്തിലാണ് കസ്റ്റംസ് ഉള്ളത്. അമിത്തിന്റെ ഗ്യാരേജിൽ നിന്ന് പിടികൂടിയ മറ്റു വാഹനങ്ങളുടെ രേഖകളിൽ കസ്റ്റംസിന് സംശയമുണ്ട്. എൻ്റെ വണ്ടിയുടെ ഡോക്യുമെന്റ്സ് പഴയ 1999 രജിസ്ട്രേഷന്റെ സമയത്തെ ഡോക്യുമെന്റ്സ് ഒക്കെ തരാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തന്നു. അപ്പോൾ വന്ന കിട്ടിയ ഉടനെ ആ എക്സൈറ്റ്മെന്റ് സാറിനൊന്ന് കാണിക്കാൻ വേണ്ടി വന്ന. പിടിച്ചെടുത്തതിൽ ഒരു വാഹനം മാത്രമാണ് തന്റേതെന്ന് അമിത് 24നോട്. കസ്റ്റംസ് പരിശോധനയ്ക്ക് പിന്നാലെ ഭൂട്ടാൻ വാഹനം കേരളത്തിൽ നിന്ന് കടത്താൻ ഉടമകൾ ശ്രമിക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് സംസ്ഥാനത്തെ എല്ലാ ചെക്ക് പോസ്റ്റുകൾക്കും കസ്റ്റംസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 24 കൊച്ചി. കേരളത്തിൽ നിന്ന് 14 പേർ CPI ദേശീയ കൌൺസിലിൽ. K പ്രകാശ് ബാബു, P സന്തോഷ് കുമാർ എന്നിവർ സെൻട്രൽ ക്വാട്ടയിൽ ദേശീയ കൌൺസിലെത്തി. ദേശീയ എക്സിക്യൂട്ടീവിൽ കേരളത്തിൽ 4 പേർ ഉൾപ്പെടുത്തി. നേതാക്കൾ ഇപ്പോൾ സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. വിട്ടുവീഴ്ചയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ ഒരാളിൻ്റെ സേവനം വേണമെന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടു. ആ ആൾക്ക് ഇളവ് കൊടുത്തു. അതൊന്നൊരു പുതിയ കാര്യമല്ല. അതിലൊന്നും ഒരു ഘടകത്തിൻ്റെ മാത്രം വിഷയമല്ല. അത് പാർട്ടിക്ക് അതിൻ്റെ വക്രത നയിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക ആൾക്ക് ഇളവ് വേണ്ടി വന്നു, ഇളവ് കൊടുത്തു, അത്രയേ ഉള്ളൂ. ഉന്മേഷ്, എന്തായാലും ബിനോയ് വിശ്വം അദ്ദേഹം സംസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അദ്ദേഹം ദേശീയ സെക്രട്ടേറിയറ്റിൽ നിന്നും മാറാനുള്ള തീരുമാനം യോഗത്തെ അറിയിച്ചു. തുടർന്നാണ് അതിന് അംഗീകാരം ലഭിച്ചത്. തെരഞ്ഞെടുപ്പ് വർഷമായതിനാൽ തന്നെ കേരളത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹം സന്നദ്ധത അറിയിക്കുകയായിരുന്നു. അതേസമയം കേരളത്തിൽ നിന്നും പുതിയതായി K പ്രകാശ് ബാബു ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് എത്തുകയാണ്. അങ്ങ് ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നു. എങ്ങനെയാണ് അപ്പോൾ ഇനി പ്രവർത്തന രംഗം ഡൽഹിയിലേക്ക് മാറ്റുമോ? ഒരു സെൻട്രൽ സെക്രട്ടേറിയറ്റിലെ മെമ്പറായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് നൽകുന്ന ചുമതല എന്താണോ ആ ചുമതലയ്ക്കനുസരിച്ച് എൻ്റെ ജോലികൾ അറേഞ്ച് ചെയ്യും. അത് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിനാണ് ചുമതലപ്പെടുത്തുന്നതെങ്കിൽ അങ്ങനെ, അല്ല സംസ്ഥാനത്തിൻ്റെ ചുമതല എന്നുള്ള നിലയിലാണെങ്കിൽ അങ്ങനെ. എങ്ങനെയാണോ ജോലി തീരുമാനിക്കുന്നത് ആ നിലയിൽ നിശ്ചയമായിട്ടും. ജനറൽ സെക്രട്ടറി D രാജ It is a big responsibility. Party has given me such a responsibility. Party has such a trust in me. It depends upon how I am going to work confronting the emerging situation in the country, taking up challenges that country is facing today. From right-wing communal fascist forces, they have become so aggressive. There are grave threats to the very constitution, very democracy, very idea of federalism, very idea of social justice. These threats are coming from BJP, RSS combined.
So we will have to unite all secular democratic parties, forces, and we will have to put up a strong collective fight against the right-wing communal fascist forces. This is a big task, big historic task, and this year happens to be centenary year of our party, and we have taken a resolve to strengthen our party, to emerge as a force to be reckoned with, shaping the political course of the country. The unanimous, everything unanimous. Party stands by unity. My party is not like that as some people think. Our party has greater unity and greater cohesion, and our party has a great commitment to work among the people, to fight for the people and fight for the country. So party is united. Nobody should question it is united or unanimous. No, you should not have any doubt. My party stands united. Everything we decide by unanimous consensus. Sir, there are some reports from Kerala. That I don't know. You go and ask. എന്തായാലും CPI ജനറൽ ഡി രാജ സെക്രട്ടറിയായി. പ്രതികരിക്കുകയായിരുന്നു. ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളത് ദേശീയ തലത്തിൽ. ബലറാം പറഞ്ഞോളൂ. ഉന്മേഷ്, എന്തായാലും ഏറ്റവും വലിയ വെല്ലുവിളിയായി കാണുന്നത് ദേശീയ തലത്തിൽ BJPയെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അതിനായി പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ തീരുമാനങ്ങൾ ഈ ഒരു പാർട്ടി കോൺഗ്രസിൽ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഇത് സമാപന സമ്മേളനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഏതാണ്ട് 5 മണിക്കൂറോളം വൈകിയാണ് ഇത്തവണ ഈ പാർട്ടി കോൺഗ്രസ് നേരത്തെ നിശ്ചയിച്ച സമയത്തിൽ നിന്നും ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട്. ശരി ബൽറാം. ഡി രാജയ്ക്ക് 3-ാം ഊഴം. CPI ജനറൽ സെക്രട്ടറിയായി ഡി രാജ തുടരും. ബൽറാം നെടുങ്ങാടിയാണ് ചണ്ഡീഗഡിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡ് ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ ശരീരത്തിൽ കുടുങ്ങിയ ഗൈഡ് വയർ പുറത്തെടുക്കുന്നത് റിസ്ക് എന്ന് വിദഗ്ധർ. ഇക്കാര്യം സുമയ്യയെ ബോധ്യപ്പെടുത്തും. ഗൈഡ് വയറുമായി മുന്നോട്ട് പോകുന്നത് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുവെന്ന് സുമയ്യ 24നോട് പറഞ്ഞു. വിവിധ മേഖലകളിലെ നേട്ടങ്ങൾക്ക് നൽകുന്ന മണപ്പുറം VPN IBE അവാർഡുകൾ വിതരണം ചെയ്തു. കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ ബിസിനസ്, ആരോഗ്യം, സിനിമ, സേവനം തുടങ്ങി മേഖലകളിൽ സംഭാവനകൾ നൽകിയവരെ ആദരിച്ചു. ഇസാഫ് ഗ്രൂപ്പ് ഓഫ് സോഷ്യൽ എന്റർപ്രൈസസ് MDയും CEOയുമായ പോൾ തോമസിന് ബീക്കൺ ഓഫ് ഇൻക്ലൂസീവ് ബാങ്കിംഗ് അവാർഡ് നൽകി. ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരം VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ SK അബ്ദുള്ളയ്ക്ക് സമ്മാനിച്ചു. റിയൽ എസ്റ്റേറ്റ് വിഭാഗത്തിൽ VKL ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ വർഗീസ് കുര്യൻ പുരസ്കാരം ഏറ്റുവാങ്ങി. പ്രമുഖ നിർമ്മാതാവും ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനുമായ ഗോകുലം ഗോപാലിന് സിനിമാ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നൽകി. മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് CMD VP നന്ദകുമാർ, പെഗസസ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ ഡോക്ടർ അജിത് രവി എന്നിവർ ചേർന്ന് അവാർഡുകൾ സമ്മാനിച്ചു. ഗതാഗത വകുപ്പ് മന്ത്രി KV ഗണേഷ് കുമാർ ചടങ്ങിൽ പങ്കെടുത്തു. ഇപ്പോഴത്തെ കാലാവസ്ഥ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.